ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഏകദേശം ഒരു 10 കാര്യങ്ങളുണ്ട്. വിശദീകരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുകയാണ്. എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കണേ. എന്തെങ്കിലും ഈ കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദിക്ർ നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്വലാത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ശഅബാനിൻ്റെ ഈ ക്ലാസ് കേട്ട ഉടൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ശഅബാൻ മാസത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം. ശഅബാൻ മാസത്തിലാണ് ഉസ്താദെ എൻ്റെ ഉമ്മ മരിച്ചത്, എൻ്റെ വാപ്പ മരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ ശഅബാൻ മാസത്തിൽ പരിശുദ്ധരായ ഒരുപാട് സ്വഹാബിമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരും പരിശുദ്ധരാണ്. ഈ മാസത്തിൽ മരണപ്പെട്ട മഹാന്മാർ ആരൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് ചെറുതായിട്ടൊന്ന് പഠിച്ചാലോ? നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയും വാപ്പയും ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ നമുക്ക് വേഗത്തിൽ സ്വർഗത്തിൽ പോവാം. മഹാനായ മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു കൊടുത്ത ഒരു കാര്യമുണ്ട്. 7 പ്രാവശ്യമാണ് മൂസ നബിയോട് അല്ലാഹു തആല ഒരേ കാര്യം തന്നെ ആവർത്തിച്ചത്. ഏതാണ് ആ കാര്യം? ഇൻഷാ അല്ലാഹ് അതും പഠിക്കാം. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ശഅബാനിൻ്റെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നവർ, അതല്ലാതെ നമ്മുടെ വീഡിയോകൾ കണ്ട് ദുആകളിൽ പങ്കെടുക്കുന്നവർ, അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും പ്രധാനിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു സ്വർഗം നൽകട്ടെ. പരിപാവനമായ ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ. റമദാനിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാനും ആ നന്മകൾ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ശഅബാൻ, അൽഹംദുലില്ലാഹ്, ശഅബാനിൻ്റെ ദിവസത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. ഇന്ന് സുന്നത്ത് നോമ്പ് പിടിച്ച ഒരുപാട് പേരുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പുകളെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നോമ്പ് പിടിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന, നബിതങ്ങൾ പിടിച്ചിരുന്ന ഒരു മാസമാണ് പരിപാവനമായ ശഅബാൻ മാസം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ചിരുന്ന ഒരു മാസമാണ് ശഅബാൻ. അപ്പോൾ ഈ ശഅബാൻ മാസത്തിൽ 30 നോമ്പും അല്ലെങ്കിൽ ശഅബാൻ 29 നോമ്പും പിടിക്കാൻ ചിലപ്പോൾ നിയ്യത്താക്കിയ ആളുകളൊക്കെ ഉണ്ടാവാം. അവരോട് പറയട്ടെ, റജബ് പോലെയല്ല ശഅബാൻ. കാരണം ശഅബാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ റമദാൻ വരികയാണ്. അപ്പോൾ ഈ ശഅബാനിൽ 30 നോമ്പും ഈ പിടിച്ചിട്ട് റമദാനിൽ നമുക്ക് ഫർളായ, ശഅബാനിൽ സുന്നത്തായ 30 നോമ്പും പിടിച്ചിട്ട് റമദാനിൽ നമുക്ക് നിർബന്ധമായ നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ശഅബാൻ 30ഉം പിടിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശഅബാനിലെ ഓരോ ദിവസം ഇടവിട്ട് പിടിക്കലാണ് ഏറ്റവും ഖൈർ. ഇപ്പോൾ ഇന്ന് നോമ്പുള്ളവരുണ്ട്, നാളെ നോമ്പില്ല, മറ്റന്നാൾ നോമ്പ്. അങ്ങനെ നമുക്ക് പറ്റുന്നത് പോലെ ഒരു ദിവസം ഇടവിട്ടോ അല്ലെങ്കിൽ 2 ദിവസം കൂടിയോ ഒക്കെ നോമ്പ് പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ 30 ദിവസം പിടിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, അത്ര വലിയ പ്രതിഫലമുണ്ട്. പക്ഷേ നമ്മൾ ഈ 30 ദിവസം പിടിച്ചു കഴിഞ്ഞ് പിന്നെ റമദാനിലേക്ക് പിടിക്കാൻ നിൽക്കുമ്പോൾ പലപ്പോഴും ശാരീരികമായ അവശതകൾ വരാൻ പല ആളുകൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. അതായത് സുന്നത്തായ നോമ്പൊക്കെ പിടിച്ചിട്ട് ശഅബാനിലും റജബിലൊക്കെ സുന്നത്തായ നോമ്പ് പിടിച്ചിട്ട് നമുക്ക് റമദാനിലെ ഫർളായ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയാൽ അത് വലിയൊരു പ്രയാസമാണല്ലോ. അപ്പോൾ അത് ഉണ്ടാവാതെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആരക്കുന്നുണ്ട്. പിന്നെ പല ആളുകളും പറഞ്ഞു, ഉസ്താദ് ഈ ശഅബാൻ മാസത്തിലാണ് എൻ്റെ വാപ്പ മരണപ്പെട്ടത്, ഉമ്മ മരണപ്പെട്ടത്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കള്, സഹോദരൻ, സഹോദരി, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ശഅബാൻ മാസത്തിലും അതുപോലെ റമദാൻ മാസത്തിലേക്ക് നമ്മുടെ ബന്ധുമിത്രാദികളിൽ ഒരുപാട് പേര് മരണപ്പെട്ടവരുണ്ട്. റമദാൻ 27-ാം രാവിലെ മരണപ്പെട്ടു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദ്വാരക്കുകയാണ്. അല്ലാഹു തആല ഈ ശഅബാൻ മാസത്തിൽ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും വലിയ മഗ്ഫിറത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ
തമ്പുരാനും തൗഫീക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ശഅബാൻ മാസത്തിൽ മരണപ്പെട്ട ആളുകളെ നമ്മൾ എടുത്തു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകളുമായിരുന്ന ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത്, അവരുടെ മരണം നടന്നത് ഈ ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹയുടെ മരണം നടന്നതും ഈ ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 മക്കളുണ്ട്. നബി തങ്ങൾക്ക് 7 മക്കളുണ്ട്. ഈ 7 മക്കളിൽ 6 മക്കളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്താണ് മരണപ്പെട്ടത്. അതിൽ മഹദിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടത് മഹദി അവർ ഈ ഒരു ശഅബാൻ മാസത്തിലായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്വഹാബിമാർ അല്ലെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മഹാനായ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായി. അതുപോലെ മുഗീറത്ത് ബിൻ ശുഅബ, ഉസ്മാൻ ബിൻ മൽഊൻ, സുഫിയാൻ സൗരി തുടങ്ങിയ വലിയ മഹത്തുക്കൾ റളിയല്ലാഹു തആല അൻഹും വറദു അൻ അവരെല്ലാം മരണപ്പെട്ടത് ഈ ഒരു മാസത്തിലാണ്. അതുപോലെ തന്നെ മഹാനായ ഇമാം ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ നമ്മൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു അല്ലേ, സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ മഹാനവറുകൾ വഫാത്തായത് ഈ ഒരു മാസത്തിലാണ്. അതുപോലെ തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മഹാനവറുകൾ വഫാത്തായത് ഈ മാസത്തിലാണ്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വഫാത്തായത് ഈ മാസത്തിലാണ്. കെ സ്വദക്കത്തുള്ള മുസ്ലിയാർ വഫാത്തായത് ശഅബാൻ മാസത്തിലാണ്. അതുപോലെ മലപ്പുറം ശുഹദാക്കൾ അവരാ ശുഹദാ എന്ന പദവിയിലേക്ക് പോയത് ഈ മാസത്തിൽ. ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു മാസത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട്. ഇതല്ലാത്ത ഒരുപാട് പേരുണ്ട്, നമ്മുടെ കുടുംബാദികളിലുണ്ട്. അള്ളാഹുവെ പടച്ചവനെ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാ. അവരുടെ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. ശഅബാൻ മാസത്തിലും അതുപോലെ റമദാൻ മാസത്തിലൊക്കെ ഞങ്ങളുടെ കുടുംബാദികളിൽ ആരെല്ലാം മരണപ്പെട്ടോ അവർക്കും ഞങ്ങൾക്കും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഒരുമിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവർക്ക് വേഗത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും വലിയ സമ്മാനമായി കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് ആദ്യം തന്നെ പറയുന്നത്. അതായത് മരണപ്പെട്ടു ഈ ശഅബാൻ മാസത്തിലോ അതല്ലാത്ത മാസത്തിലോ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവരുടെ ബന്ധുമിത്രാദികളായ ജീവിച്ചിരിക്കുന്നവർ കൊടുക്കാൻ പറ്റിയ ഒരു സമ്മാനം അത് ഏതാണെന്നറിയോ? ഒരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് ഒന്ന് പറഞ്ഞു തരാം. അതായത് മരണപ്പെട്ട നമ്മുടെ ഉമ്മ, വാപ്പ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താവ് അവർക്ക് വേണ്ടി നമ്മൾ ഈ സ്വലാത്ത് ഈ ഒരു മാസത്തിൽ ഒരുപാട് വട്ടം പറഞ്ഞു. കാരണം ഇത് സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. അപ്പോൾ ഈ മാസത്തിൽ ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അവരുടെ ഖബറിലേക്ക് അതൊരു സമ്മാനമായി ഒരു ഹദിയയായി എത്തുന്നതാണ്. ഏതാണ് ആ സ്വലാത്ത്? നമുക്കറിയാവുന്ന ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. വളരെ എളുപ്പമുള്ള ഒരു സ്വലാത്താണ്. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഒന്നുകൂടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അനുജന്മാർക്കും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. എന്നിട്ട് നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, ലോക മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. ഈ ഒരു സ്വലാത്ത് നമ്മൾ എന്ത് ചെയ്യുക? പറ്റുന്ന രൂപത്തിൽ ഒരു 101, 201, 333 ഒക്കെ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ട് അല്ലാഹുവേ ഈ ചൊല്ലിയ സ്വലാത്തിൻ്റെ പ്രതിഫലം നീ ഖബറാകുന്ന ലോകത്തിലേക്ക് ഇന്നാലിന്ന ആൾ മരണപ്പെട്ടു പോയി അയാളുടെ ഖബറത്തിലേക്ക് നീ കൊടുക്കണേ അല്ലാ. എൻ്റെ വാപ്പയുടെ ഖബറിലേക്ക്, എൻ്റെ ഉമ്മയുടെ ഖബറിലേക്ക്, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ, മക്കളുടെ ആ ഒരു ഖബറത്തിലേക്ക് അല്ലാഹുവേ ഇതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ആ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്, ഹദിയാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഇനി നമ്മൾ ഈ വിഷയത്തിൻ്റെ കാതലായ ഭാഗത്തിലേക്ക് പോകുന്നു. അതായത് ഈ ശഅബാൻ മാസത്തിൽ എന്ന് മാത്രമല്ല മറ്റു മാസങ്ങളിലും നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ 10 കാര്യങ്ങളുണ്ട്.
ഇൻഷാ അല്ലാഹ് അത് നമ്മൾ വിശദീകരിച്ച് പറയാം. ചെയ്യേണ്ട 5 കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത 5 കാര്യം, മൊത്തം ഒരു 10 കാര്യങ്ങളുണ്ട്. നമ്മൾ വേഗത്തിൽ ഓടിച്ചു പോകും. ഒന്നാമത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തേത് മാതാപിതാക്കൾക്ക് നമ്മൾ ഈ മാസത്തിൽ നമ്മുടെ ഉമ്മാക്ക് വാപ്പാക്ക് എന്തെങ്കിലും ഒരു സമ്മാനം പറ്റുന്ന രൂപത്തിൽ കൊടുക്കുക. കാരണം ഇനി ഷഅബാൻ 15-ാം രാവ്, ബറാഅത്ത് രാവ്, ഈ ബറാഅത്ത് രാവിൻ്റെ അന്ന് അല്ലാഹു തആല ഭൂമിയിലുള്ള എല്ലാ അടിമകൾക്കും അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും ഒക്കെ കൊടുക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് അല്ലാഹു തആല ഒരു തരത്തിലുള്ള ഓഫറും കൊടുക്കില്ല, ഒരു തരത്തിലുള്ള പ്രതിഫലം കൊടുക്കില്ല. അത്തരത്തിൽപ്പെട്ട ആളുകളാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ, ഉമ്മാനെ വാപ്പാനെ തെറി പറയുന്ന ആളുകൾ. അവർക്ക് എന്താണ്, ഒരു തരത്തിലുള്ള ഓഫറുകളും ഒരു തരത്തിലുള്ള പ്രതിഫലവും അല്ലാഹു കൊടുക്കില്ല. അപ്പോൾ ഈ ഉമ്മാക്കും വാപ്പാക്കും ഗുണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഷഅബാൻ മാസത്തിലെന്നല്ല കാലം മുഴുവനും അല്ലാഹു തആല വലിയ ഖൈറുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഉമ്മയെയും വാപ്പയെയും സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിച്ചു, റബ്ബേ എനിക്ക് സ്വർഗത്തിൽ വേഗത്തിൽ പോകാൻ ഒരു കാര്യം പറഞ്ഞു തരാം, സ്വർഗത്തിൽ വേഗത്തിൽ പോകാൻ ഒരു കാര്യം പറഞ്ഞു തരണം. ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തത് ഊസീക ബി ഉമ്മിക ഹസന എന്നാണ്. മൂസാ നബിയെ തങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണം. അപ്പോൾ മൂസാ നബി രണ്ടാമത് ചോദിച്ചു, മറ്റൊരു കാര്യം എനിക്ക് പറഞ്ഞു തരുമോ സ്വർഗത്തിൽ വേഗത്തിൽ പോവാൻ? ആ സമയത്തും അല്ലാഹു തആല പറഞ്ഞു കൊടുത്തത് ഊസീക ബി ഉമ്മിക ഹസന, ഉമ്മയോട് മാന്യമായിട്ട് പെരുമാർ. ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7 പ്രാവശ്യമാണ് അല്ലാഹു തആല മൂസാ നബി ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരമായിട്ട് ഇതേ കാര്യം തന്നെ പറയുന്നത്. അപ്പോൾ ഉമ്മാക്ക് വാപ്പാക്ക് ഗുണം ചെയ്യുന്ന മക്കളെ നമുക്ക് അല്ലാഹു തആല ഈ ഷഅബാൻ മാസത്തിൽ വലിയ പ്രതിഫലമാണ്. ഉമ്മായെയും വാപ്പയെയും ബുദ്ധിമുട്ടിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് വലിയ ശിക്ഷയാണ് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ മാസത്തിൽ. ഈ മാസത്തിൽ എന്നല്ല, എപ്പോഴും, പ്രത്യേകിച്ച് ഈ ഷഅബാൻ മാസത്തിൽ അവരോട് സംസാരിക്കാൻ ഒരു അല്പസമയം കണ്ടെത്തുക, ഉമ്മയോടും വാപ്പയോടും സംസാരിക്കാൻ. പിന്നെ അവർക്ക് വേണ്ടപ്പെട്ട എന്തെങ്കിലും ഇഷ്ടപ്പെട്ട മധുരപലഹാരങ്ങളുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഹദിയകളുണ്ടെങ്കിൽ അല്ലേ, ഒരു ഉമ്മാക്കൊരു 100 രൂപ, വാപ്പാക്കൊരു 500 രൂപ, അത് എന്താ ഒരു സന്തോഷമാണ്. ചിലപ്പോൾ അവർക്ക് ജോലി ഉണ്ടാവാം, അവർക്ക് വലിയ കാശൊക്കെ ഉണ്ടാകും, പക്ഷെ എന്നാലും മക്കളാകും നമ്മൾ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെ കൊണ്ട് ഉമ്മാനെയും വാപ്പാക്കും കൊടുപ്പിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഉമ്മാനെയും വാപ്പാനെയും കാണാൻ വേണ്ടി വന്നു, അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ മക്കളുടെ കയ്യിൽ കൊടുക്കാം. അത് അവർക്കൊരു സന്തോഷമാണ്. നമ്മുടെ മക്കളെ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. പേരക്കുട്ടികളെ താലോലിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മക്കളെക്കാൾ വലിയ ഇഷ്ടമായിരിക്കും പേരക്കുട്ടികളെ. അതുപോലെ തന്നെ ഉമ്മയും വാപ്പയും പറ്റുന്ന പോലെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുക. നമ്മളൊക്കെ ടൂർ പോകുന്നു, നമ്മൾ പാർക്കിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. അവർക്ക് വലിയ ടൂർ പോകാൻ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും കഴിയുന്നത് പോലെ അവരെയും കൂട്ടിയിട്ട് നമ്മൾ കാറിലൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിക്കുക, അത് അവർക്ക് ഇഷ്ടമായേക്കാം. അതുപോലെ തന്നെ നല്ലൊരു ഡ്രസ്സ്, പെരുന്നാളിന് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുത്തു, പെരുന്നാളിന് മാത്രമല്ല അല്ലാതെ ഓരോ മാസവും നമുക്ക് ഉമ്മാക്ക് വാപ്പാക്ക് ഒരു തട്ടവോ ഒരു നെറ്റിയോ അല്ലെങ്കിൽ വാപ്പാക്ക് ഒരു ഉള്ളിലിടുന്ന ബനിയനോ ഒക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ്. പിന്നെ ഉമ്മാക്ക് വാപ്പാക്ക് വേണ്ടി ദുആരക്കുക, അതാണ് ഏറ്റവും അവരോട് ചെയ്യാൻ പറ്റിയ കാര്യം. അപ്പോൾ ഇങ്ങനെ വാപ്പയെയും ഉമ്മയെയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ഷഅബാൻ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം അതിന് അത്രമാത്രം പ്രതിഫലമുണ്ട്. രണ്ടാമത്തേത് ഭാര്യ, നമ്മുടെ മക്കൾ, ഇവരുടെ ഇടയിൽ വിശാലത ചെയ്യുക. വിശാലത എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല റിസ്ക്കിൽ വിശാലത ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 3 യാസീനിൽ ഒരു യാസീൻ ഓതുന്നത് അല്ലാഹു നമ്മുടെ റിസ്ക്കിൽ വിശാലത നൽകാനാണ്. അപ്പോൾ ഈ റിസ്ക്കിൽ വിശാലത കിട്ടാൻ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ എന്ത് ചെയ്യുക? റിസ്ക്ക് വിശാലമാക്കി കൊടുക്കുക. നമുക്ക് പറ്റുന്നത് പോലെ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ബിരിയാണിയോ ഒരു കുഴിമന്തിയോ എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. അമിതമായി ആർഭാടം ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഒട്ടും പിശുക്ക് കാണിച്ച് വെക്കരുത്. വാപ്പ ഒരു ബിരിയാണി വാങ്ങിച്ചു തരിക എന്ന് പറഞ്ഞാൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാത്ത സ്വപ്നമാണ്. അങ്ങനെ ഉണ്ടാവരുത്. വാപ്പച്ചിയോട് പറഞ്ഞാൽ വാപ്പച്ചിയെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ വാപ്പ ചെയ്തു തരും എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാവണം നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന എന്തും വാങ്ങിച്ചു കൊടുക്കുന്ന വാപ്പയായി മാറാനും പാടില്ല. നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് കൊടുത്താൽ എൻ്റെ മകനിക്ക് എൻ്റെ മകൾക്ക് കേടുണ്ടാകുമോ എങ്കിൽ അത് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇബാദത്തുകൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, സ്വതക്ക, ഖുർആൻ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. ഈ ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് സൂറത്ത് ദുഖാൻ, അത് വലിയ ശ്രേഷ്ഠതയാണ്. സൂറത്ത് ദുഖാൻ
അപ്പോൾ ഇത് ഷാബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു, ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ ഷാബാൻ മാസത്തിൻ്റെ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ഷാബാൻ 14-ാം രാവ് വരെ സൂറത്തു ദുഖാൻ, ആ സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ 15 പ്രാവശ്യം വെച്ച് ഒരു മനുഷ്യൻ ഒരു ദിവസം ആവർത്തിച്ചോതിയാൽ, എന്നിട്ട് 14-ാം രാവിൻ്റെ അന്ന് ഈ 15 പ്രാവശ്യം എന്നുള്ളത് 30 പ്രാവശ്യമാക്കി സൂറത്തു ദുഖാനിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ, വളരെ ചെറിയ ആയത്തുകളാണ്, അത് നമ്മൾ ആവർത്തിച്ച് ഓതിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ദഹ്ർ, അതുപോലെ സൂറത്തുൽ മുസമ്മിൽ തുടങ്ങിയ സൂറത്തുകളൊക്കെ ഓതാൻ പറ്റിയ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട നബിയോട് അഭിസംബോധന ചെയ്യുന്ന ഖുർആൻ മൊത്തം അങ്ങനെയാണ്, പക്ഷേ ചില സൂറത്തുകൾ നബിയുടെ പേര് കൊണ്ട് തുടങ്ങുന്ന, അല്ലെ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്നൊക്കെ പറയും, യാസീൻ, ഇതൊക്കെ നബിതങ്ങളുടെ പേരാണ്. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പേര് വിളിച്ചിട്ട് തുടങ്ങുന്ന സൂറത്തുകൾ ഈ മാസത്തിൽ ഓതൽ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. നാലാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് നോമ്പ് കഴിയുന്നത് പോലെ പിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആയിഷ ബി റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതലായി സുന്നത്ത് നോമ്പ് പിടിച്ചൊരു മാസമാണ് ഈ പരിശുദ്ധമായ ഷഅബാൻ. അഞ്ചാമത്തെ കാര്യം, സ്വലാത്ത് അധികരിപ്പിക്കുക. റജബുൻ ഷഹറുല്ലാ, ഷഅബാനു ഷഹരി, റമളാനു ഷഹറു ഉമ്മത്തി. അപ്പോൾ ഷഅബാനു ഷഹരി, ഷഅബാൻ എൻ്റെ മാസമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് ഇഷ്ടമായ മാസമായതുകൊണ്ട് നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിൽപ്പെട്ടതാണ് സ്വലാത്ത്. സ്വലാത്ത് നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് സ്വലാത്ത് അറിയാവുന്ന സ്വലാത്ത് നമ്മൾ 1, 2, 3 അല്ല, പറ്റുന്നത് പോലെ 100 അല്ലെങ്കിൽ 1000 ഒക്കെ ചൊല്ലാൻ പറ്റിയാൽ, അല്ലേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. ചെറിയ സ്വലാത്താണ്, അതിങ്ങനെ ഒരുപാട് വട്ടം നമുക്ക് ചൊല്ലാം ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ. അപ്പോൾ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽപ്പെട്ടതാണ് അശ്രദ്ധമായി പോകരുത്. ഷാബാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അശ്രദ്ധമായി പോകുന്ന മാസം. ഒരിക്കലും നിസ്കരിക്കാൻ മറന്നുപോയി, പറ്റൂല, അല്ല, ഖുർആൻ ഓതാൻ വിട്ടുപോയി, നോമ്പ് അറിയാതെ മുറിച്ചുപോയി, അങ്ങനെ ഒരു അശ്രദ്ധ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽപ്പെട്ടതാണ് കളവ്, വഞ്ചന. അതൊക്കെ പ്രത്യേകിച്ച് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഈ മാസത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ വലിയ ശ്രേഷ്ഠത, അള്ളാഹുവിൻ്റെ വലിയ ഫളില് കിട്ടുന്ന മാസം, പ്രത്യേകിച്ച് റജബ്, ഷാബാൻ, റമളാൻ, മുഹറം, ദുൽഹിജ്ജ തുടങ്ങിയ മാസങ്ങളൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ള മാസങ്ങളാണ്. അപ്പോൾ ഈ മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക്, നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകും എന്നതുപോലെ ഈ മാസങ്ങളിൽ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ശിക്ഷ കിട്ടുന്നതിന് അല്പം കടുപ്പമായിട്ടാണ്. അതുകൊണ്ട് ഷാബാനിൽ നമ്മൾ കളവും വഞ്ചനയും ചതിയൊന്നും ചെയ്യാൻ നിൽക്കരുത്, ഷാബാൻ എന്നല്ല, ഒരു മാസത്തിലും. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പരസ്പരം പിണക്കം, വഴക്ക്, കുശുമ്പ്, അസൂയ. എന്തിനാണത്? അല്ല, റമളാനൊക്കെ വരികയാണ്. റമളാൻ വരുന്നതിന് മുമ്പ് റമളാൻ ഒന്നായിട്ട് നന്നാവാം, അങ്ങനെയല്ല. ഈ ഷാബാനിലെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക. അപ്പോൾ ഷാബാൻ മാസം അത് പിണക്കങ്ങൾ ഇല്ലാതെയാവേണ്ട മാസമാണ്. അതുപോലെ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് മദ്യവും അതുപോലെ മോഷണം, മറ്റ് അശ്ലീല പ്രവർത്തനങ്ങൾ, അതൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ റജബിലെ നിർത്തേണ്ടതാണ്. പറ്റില്ല എങ്കിൽ ഷാബാനിലെങ്കിലും നിർത്തുക, ഇല്ലെങ്കിൽ റമളാനിൽ നിർത്താൻ പറ്റൂല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അഞ്ചാമത്, അംറാദുൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ രോഗങ്ങളിൽ നിന്നും സുരക്ഷിതത്വം ഉണ്ടാവണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസൂയ വെക്കുന്ന മനസ്സ്, കുശുമ്പുള്ള മനസ്സ്, അഹങ്കാരമുള്ള മനസ്സ്, പൊങ്ങച്ചമുള്ള മനസ്സ്, മറ്റുള്ളവർ ഏഷണി, പരദൂഷണം, അതൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കേണ്ട, അത് ഇല്ലാതാക്കേണ്ട ഒരു മാസം. അംറാദുൽ ഖുലൂബ്, ഹൃദയ രോഗങ്ങൾ ഇല്ലാതാക്കേണ്ട മാസമാണ് പരിശുദ്ധമായ ഷാബാൻ. എന്നാൽ മാത്രമേ വരുന്ന റമളാനിനെ നമുക്ക് നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റൂ. അൽഹംദുലില്ലാ, റമളാൻ എന്ന് കേൾക്കുമ്പോൾ റമളാനൊക്കെ വേഗത്തിലാണ് പോകുന്നത്. ഇപ്പോൾ റജബ്, നമ്മൾ റജബ് മാസത്തിലായിരുന്നു, പക്ഷെ അത് എത്ര വേഗത്തിലാണ് പോയത്. ഇതിനേക്കാൾ വേഗത്തിലാണ് ഇനി ഷാബാൻ മാസം പോകുന്നത്. ഷാബാനിലേക്കാൾ വേഗത്തിലായിരിക്കും റമളാൻ മാസം പോകുക. പെട്ടെന്ന് സമയങ്ങളൊക്കെ പെട്ടെന്ന് പോകും. അത് ഖിയാമത്താലിൻ്റെ അടയാളമാണ്. സമയങ്ങളൊക്കെ സാധാ പോലെ, പക്ഷെ നമുക്കങ്ങനെ ഒരു തോന്നലുണ്ടാകും. മാസങ്ങൾ പെട്ടെന്ന്, ദിവസങ്ങൾ പെട്ടെന്ന്, മണിക്കൂറുകൾ പെട്ടെന്ന്. നിങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ, വർഷം മാസത്തെപ്പോലെ, മാസം ആഴ്ചയെപ്പോലെ, ആഴ്ച ദിവസത്തെപ്പോലെ, ദിവസം മണിക്കൂറിനെ പോലെ, മണിക്കൂർ മിനിറ്റിനെ പോലെ എന്നൊക്കെ നിബിധങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ പോകുന്നത് പോലെ തോന്നും. അപ്പോൾ പരമാവധി നമ്മൾ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുക. പിന്നെ ഈ വരുന്ന റമളാൻ, അല്ലേ, നല്ല ചൂടുള്ള ഒരു സമയത്താണ് റമളാൻ വരുന്നത്. എന്നാലും അൽഹംദുലില്ലാ, അതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെയൊക്കെ പരീക്ഷ കാലമാണ്.
പല കുട്ടികളുടെയും പരീക്ഷ ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകും, ചിലപ്പോൾ അവസാനിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ തുടങ്ങാനുണ്ടാകും. ഏകദേശം മാർച്ച് റമദാൻ തുടങ്ങുക. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ, നല്ല ചൂടുണ്ടാകും, നല്ല പരീക്ഷാ പേടിയുണ്ടാവും, നല്ല പരീക്ഷയുടെ ആ ഒരു ഹാലിലായിരിക്കും. അള്ളാഹു എല്ലാം സമാധാനത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. പരിശുദ്ധമായ ഈ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റമദാനിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹിജ്റ കലണ്ടർ പ്രകാരം നോമ്പ് പിടിക്കുന്ന ആൾക്ക് 12 മാസത്തിലൂടെയും റമദാൻ കടന്നു പോകുന്ന ആ ഒരു രൂപമാണ്. 12 ഇപ്പോൾ എന്താണ്, ഈ വർഷം നമ്മൾ മാർച്ചിലായിരിക്കും, ഇനി അടുത്ത വർഷം ചിലപ്പോൾ മാർച്ച് തുടക്കം, അതുപോലെ തന്നെ ഫെബ്രുവരി അവസാനം, ആ ഒരു സമയത്തായിരിക്കും നോമ്പുണ്ടാവുക. പിന്നെ അതിൻ്റെ അടുത്ത വർഷം ഫെബ്രുവരി പകുതി സമയത്തായിരിക്കും. ചിലപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് നോമ്പുണ്ടാകും, നല്ല തണുപ്പുള്ള സമയത്ത്, നല്ല മഞ്ഞുള്ള സമയം, ഏത് കാലാവസ്ഥയുണ്ടോ അതിലൊക്കെ കറങ്ങിയാണ് ഈ റമദാൻ എന്നല്ല എല്ലാ അറബി മാസവും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് സമയത്ത് നോമ്പ് വന്നാലും പിടിക്കാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലായിരിക്കണം ഒരു മുഅ്മിൻ, പ്രത്യേകിച്ച് ഈ മാസം, ഈ ഒരു വർഷമൊക്കെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് നമ്മളെ കാക്കുകയും നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആരക്കുന്നു. ഷഅബാനാണ്, എല്ലാവരും പരസ്പരം ദുആരക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റിത്തരുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ഖൈറാത്തുകളും നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.